ഹരി ഓം ഹരി ഓം. ഹരി ഓം. ഹരി ഓം ഹരി ഓം. ആരെയും കാണാനില്ല. ഓം. ഹരി ഓം ഹരി ഓം. എന്താണ് ആരെയും കാണാത്ത? സ്റ്റക്കായിരിക്കുകയാണോ? നാരായണ. ഹരി ഓം ഹരി ഓം. എല്ലാവരും വരൂ. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം. കാവ്യമഞ്ജരിയിലേക്ക് ഏവർക്കും സുസ്വാഗതം. നാരായണ. ഓം ഹരി ഓം ഹരി ഓം. നമുക്ക് പതുക്കെ തുടങ്ങാം അല്ലേ? ഓം. ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. നാരായണ. കാവ്യമഞ്ജരി എല്ലാവർക്കും സ്വാഗതം ചെയ്യുന്നു. കാവ്യമഞ്ജരിയിലേക്ക് സുസ്വാഗതം, സുസ്വാഗതം.
ഫേസ്ബുക്കിലെ എന്നും ക്ലാസ്സുകളിൽ മുമ്പിൽ തന്നെ വന്നു ചേരുന്ന ശ്രീമതി കമലാദേവി VN എന്ന പേരിലുള്ള കമലാദേവി കുഞ്ഞമ്മയുടെ അതിമനോഹരങ്ങളായ കാവ്യങ്ങളുടെ സമാഹാരം. അതാണ് ഒരു കാവ്യകുസുമങ്ങളുടെ ഒരു പൂങ്കൊത്തായി കാവ്യമഞ്ജരി എന്ന സഹൃദയർക്കായി സമർപ്പിച്ചിരിക്കുന്ന ഈ പുസ്തകം. അതിനെ നമ്മളൊന്ന് പരിചയപ്പെടുകയായിരുന്നു കഴിഞ്ഞ 3 ദിവസങ്ങളിൽ. ഇന്നലെ ഉണ്ടായില്ല, അതിനു മുമ്പുള്ള 3 ദിവസങ്ങളിൽ. കാവ്യമഞ്ജരി 1-ാം ഭാഗം, 2-ാം ഭാഗം, 3-ാം ഭാഗം കഴിഞ്ഞു. ഇന്ന് 4-ാം ഭാഗമാണ്. അപ്പൊ അമ്മയുടെ കവിതകൾ സ്തോത്രങ്ങളെന്നും പുരാണ സംബന്ധികളെന്നും പൊതുവിഷയങ്ങളെന്നും പിന്നെ അവസാന ഭാഗം സമസ്യാപൂരണ ശ്ലോകങ്ങൾ എന്നിങ്ങനെ 4ആക്കി വിഭജിച്ചിട്ടുണ്ട്. അതിൽ സ്തോത്രങ്ങൾ 13 നമ്മൾ കണ്ടു കഴിഞ്ഞു. പുരാണ സംബന്ധികളിലും പകുതിയിലധികം കണ്ടു കഴിഞ്ഞു. ഇനി അതില് പുരാണ സംബന്ധികളായിട്ടുള്ളതിൽ അവസാന ഭാഗം ദ്രൗപദി, കുചേലോപാഖ്യാനം, അജാമിളോപാഖ്യാനം, ഇങ്ങനെ 3 ഉണ്ട്. മറ്റേ പൊതുവിഷയങ്ങളിലും സീതാദേവി എന്നൊരു വിഷയം അങ്ങോട്ട് കയറിപ്പോയിട്ടുണ്ട്. സീതാദേവിയും വേണമെങ്കിൽ പുരാണ സംബന്ധികളിലേക്ക് കയറി വരാവുന്നതായിരുന്നു. കാരണം സീതാദേവി ലാസ്റ്റ് പ്രിന്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ DTP വർക്കെല്ലാം കഴിഞ്ഞ ശേഷം അവസാനം കൊണ്ടുപോയി ആഡ് ഓൺ ചെയ്തതാണ്. അപ്പൊ അത് സ്ഥാനം മാറി കയറിയിരിക്കുകയാണ്. അത് പുരാണ സംബന്ധികളിലേക്ക് കയറേണ്ടതാണ്. അപ്പോൾ പുരാണ സംബന്ധികൾ 18 ആവും. മുമ്പ് പറഞ്ഞ സ്തോത്രങ്ങളിൽ ശ്രീകൃഷ്ണാവതാരവും രുക്മിണി സ്വയംവരവും പുരാണ സംബന്ധികളിൽ പെടുന്നതാണ്. ദേവീ പ്രണാമം സ്തോത്രങ്ങളിലേക്ക് പോകേണ്ടതാണ്. മായാകിശോരൻ സ്തോത്രങ്ങളിലേക്ക് പോകേണ്ടതാണ്. കൃഷ്ണ നിന്നിൽ തന്നെയാണ് എല്ലാം എന്നതും കൃഷ്ണപാദസ്മരണയിലും വേണമെങ്കിൽ സ്തോത്രങ്ങളിലേക്കും പെടുത്താം. അങ്ങനെ പൊതുവായിട്ട് സ്തോത്രങ്ങളും പുരാണ സംബന്ധികളുമായിട്ടുള്ള കാവ്യങ്ങളാണ്. അപ്പൊ നമുക്കിന്ന് ദ്രൗപദി, കുചേലോപാഖ്യാനം, അജാമിളോപാഖ്യാനം, സീതാദേവി, പിന്നെ ഭൂമിദേവിയെക്കുറിച്ചും ഒരു കവിതയുണ്ട്. അതും ഇന്നത്തതിൽ പെടുത്താം നമുക്ക്. കാരണം ഭൂമിദേവി നമുക്ക് ഒരു ദേവി തന്നെയാണല്ലോ. പിന്നെ വരുന്നതാണ് പൊതുവിഷയങ്ങൾ എന്നുള്ളതിൽ 12-ൽ 2 നമ്മൾ ഇങ്ങോട്ട് എടുത്തു. അപ്പൊ ബാക്കി 10. അതിൽ നമുക്ക് നോക്കാം. കുറച്ച് ശ്ലോകങ്ങൾ, കുറച്ച് ഏതെങ്കിലുമൊക്കെ എടുക്കാം. അപ്പോ ആരംഭിക്കാം. ദ്രൗപദി എന്നുള്ള ആ ഒരു കാവ്യം ആരംഭിക്കാം. അതിനു മുമ്പായിട്ടൊരു സന്തോഷ വാർത്ത. ഇന്നലെ ഞാൻ ഉണ്ടാവാതിരുന്നതിന്റെ കാരണം ഒരു പാലക്കാട് നടക്കാനിരിക്കുന്ന നാരായണീയ മഹാസത്രം മഹോത്സവം പാലക്കാടാണ് നടക്കുന്നത് ഈ വർഷം. കഴിഞ്ഞ കൊല്ലം എറണാകുളത്തായിരുന്നു, അതിന് മുമ്പിലത്തെ കൊല്ലം ഗുരുവായൂരിലായിരുന്നു. അപ്പോൾ ഈ വർഷം പാലക്കാട് കൊല്ലങ്കോട് എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് നാരായണീയ മഹോത്സവം. സെപ്റ്റംബർ 22 മുതൽ 29 വരെ നടക്കുന്നുണ്ട്. ആ സമയങ്ങളിൽ ഞാനിവിടെ ഉണ്ടാവില്ല. നമ്മൾ ഋഷികേശ്, ഗംഗോത്രി, ബദരിനാഥ് ഒക്കെ ഉള്ള ഒരു യാത്ര പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അറിയാലോ, ഗംഗോത്രിയിൽ ചണ്ഡിക ഹോമം 26, 27 തീയതികളിലായിട്ട്. 23-ാം തീയതി നമ്മുടെ
പറ്റുമെങ്കിൽ കേദാർനാഥ് ഒന്നുകൂടെ സന്ദർശിക്കാനും ബദരീനാഥും സന്ദർശിക്കാനുമായിട്ടുള്ള പ്ലാനാണ്. ആർക്കെങ്കിലുമൊക്കെ വരണം എന്നുണ്ടെങ്കിൽ ആരോഗ്യമുള്ളവർ വേഗം പറഞ്ഞാൽ നമുക്ക് അതിനുള്ള പദ്ധതികൾ ഒരുക്കാം, അതിനുള്ള പ്ലാനിങ് ചെയ്യാം, ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാം. ഞാൻ ഫ്ലൈറ്റിലാണ് പോകുന്നത്. കോയമ്പത്തൂർ ടു ഡെറാഡൂൺ എന്നുവെച്ചാൽ ഋഷികേശിൻ്റെ ഏറ്റവും അടുത്തുള്ള എയർപോർട്ടിലേക്ക് പോകും. അപ്പോൾ എല്ലാവർക്കും സ്വന്തം സ്ഥലങ്ങളിൽ നിന്ന് ഡൽഹിയിൽ വന്ന് ഡൽഹിയിൽ നിന്ന് ഈ പറഞ്ഞ ഋഷികേശിലേക്ക് വരാം. മിക്കവാറും സെപ്റ്റംബർ 21 പുറപ്പെടാനാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നേ ഉള്ളൂ, ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നേ ഉള്ളൂ. സെപ്റ്റംബർ 21 പോയി 23 ഋഷികേശിൽ ദയാനന്ദ സ്വാമിജിയുടെ സമാധി ദിനത്തിൽ പങ്കെടുത്ത് അവിടുന്ന് 24 ഉത്തരകാശിയിലേക്ക് എത്തി. ഉത്തരകാശിയിൽ നിന്ന് 25 ഗംഗോത്രിയിലെത്തി. 25, 26, 27 തീയതികളിൽ ഗംഗോത്രിയിലാണ് ചണ്ഡികായാഗം. മൂകാംബികയിലെ പ്രധാന പൂജകനായ കാളിദാസ് അഡിഗെ അല്ലെങ്കിൽ കാളിദാസ് ഭട്ട് എന്നറിയപ്പെടുന്ന അദ്ദേഹമാണ് ഈ ചണ്ഡികായാഗത്തിന് നേതൃത്വം കൊടുക്കുന്ന പുരോഹിതൻ. മറ്റ് അദ്ദേഹത്തിന്റെ സഹ പുരോഹിതന്മാരായി മൂകാംബികയിൽ നിന്ന് കുറച്ച് പേരുണ്ടാവും. അതുപോലെ മറ്റു പല ക്ഷേത്രങ്ങളിലെയും പുരോഹിതന്മാർ അവിടെ പങ്കെടുക്കുന്നുണ്ട്. തിരുവണ്ണാമലയിലെ മുഖ്യ പുരോഹിതൻ, ശബരിമലയിലെ തന്ത്രി കണ്ഠരര് രാജീവര്, കൊടുങ്ങല്ലൂരിലെ തന്ത്രി, അങ്ങനെ പലരും പങ്കെടുക്കാമെന്ന് വാക്ക് പറഞ്ഞിട്ടുണ്ട്. പ്രമുഖരായ മറ്റ് പലരും വടക്കേ ഇന്ത്യയിൽ നിന്നുണ്ടാവും, മറ്റ് പല സ്വാമിമാരും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് തിരിച്ച് കേദാർനാഥിലേക്ക് ശ്രമിക്കുന്നുണ്ട്. കേദാർനാഥിൽ മറ്റേ ഹെലികോപ്റ്ററിലാണല്ലോ നമ്മൾ നടക്കാൻ വയ്യാത്തവരൊക്കെ പോകുക. മറ്റത് 20 കിലോമീറ്റർ ട്രക്കിംഗ് ആണ്. ആ ട്രക്കിംഗ് ആരോഗ്യമുള്ളവർക്ക് ധൈര്യമായിട്ട് പോകാം കേദാർനാഥിലേക്ക്. ട്രക്കിംഗ് വയ്യാത്തവർക്ക് ഹെലികോപ്റ്ററിനെ ആശ്രയിക്കണം. ഹെലികോപ്റ്റർ ഏത് നിമിഷവും വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യും അവിടെ. അതാണ് അവിടുത്തെ പ്രകൃതി. മേഘം മഞ്ഞ് മൂടിക്കഴിയുമ്പോൾ ഹെലികോപ്റ്ററിന് പറക്കാൻ പറ്റാത്ത അവസരമാണെങ്കിൽ ആ ദിവസത്തെ ചിലപ്പോൾ മുഴുവൻ ട്രിപ്പുകളും അല്ലെങ്കിൽ കുറച്ച് നേരത്തേക്കുള്ള ട്രിപ്പുകളും ഒക്കെ ക്യാൻസൽ ചെയ്ത് നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. നമ്മുടെ യാത്ര തന്നെ ക്യാൻസൽ ചെയ്യപ്പെട്ടു എന്ന് വരാം. അപ്പോൾ ചിലപ്പോൾ തിരിച്ചു പോരേണ്ടി വരും ആ ബേസ് ക്യാമ്പിൽ നിന്ന്. ഗൗരികുണ്ട് അല്ലെങ്കിൽ അതുപോലെയുള്ള പാഠ മുതലായിട്ടുള്ള ചില ഹെലിപ്പാഡുകളാണ്. അവിടുന്ന് തിരിച്ചു പോകേണ്ടി വരും. ബദരീനാഥിൽ വാഹനം പോകും. ഇപ്പോൾ പക്ഷേ ബദരീനാഥിൽ ഈ കഴിഞ്ഞ ആഴ്ച ധാരാളം ലാൻഡ് സ്ലൈഡായിട്ട് പല വാഹനങ്ങളും പോയിട്ടില്ല. ബദരീനാഥിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല. കൂടുതൽ ലാൻഡ് സ്ലൈഡ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ക്ലിയർ ചെയ്യും. അത് ഉടനെ തന്നെ ക്ലിയർ ചെയ്യും. സെപ്റ്റംബറിലേക്കൊന്നും പ്രശ്നം ഉണ്ടാവില്ല. കാരണം ഇപ്പോൾ റെയിനി സീസണാണ് അവിടെ. സെപ്റ്റംബർ ആകുമ്പോഴേക്കും മഴ കുറയും. ജൂലൈ, ആഗസ്റ്റ് ഹിമാലയത്തിൽ മഴക്കാലമാണ്. അപ്പോൾ ലാൻഡ് സ്ലൈഡുകൾ സ്വാഭാവികമാണ്. ഓഗസ്റ്റ് കഴിഞ്ഞ് സെപ്റ്റംബർ, ഒക്ടോബറിലാണ് നല്ല സീസൺ. ദീപാവലിക്ക് ബദ്രീനാഥും കേദാർനാഥും ഒക്കെ അടയ്ക്കുകയും ചെയ്യും. അപ്പം അങ്ങനെ ഒരു പ്ലാനാണ്. അപ്പോൾ 21 ഫ്ലൈറ്റിൽ പോയിട്ട് ഒക്ടോബർ ഫസ്റ്റ് വീക്കിലാണ് തിരിച്ചു വരാനുള്ള പ്ലാൻ. ഒക്ടോബർ ഒരു 2-3 ആയിട്ട് തിരിച്ചെത്തുന്ന മാതിരിയുള്ള പ്ലാനാണ്. വരുന്നവരുണ്ടെങ്കിൽ അറിയിച്ചാൽ നമുക്ക് പ്ലാൻ ഫൈനൽ അറിയിച്ച് ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാം, താമസ സൗകര്യങ്ങൾ ബുക്ക് ചെയ്യാം, എല്ലാം ചെയ്യാം. അപ്പം അത് അറിയിക്കുകയാണ്. അപ്പോൾ ആ സന്ദർഭത്തിൽ ഇവിടെ പാലക്കാട് ഒരു നാരായണീയ മഹോത്സവം നടക്കുന്നു.
അതിൻ്റെ ചില ചടങ്ങുകളായിരുന്നു ഇന്നലെ. വളരെ നല്ലൊരു ചടങ്ങിലാണ് പങ്കെടുത്തത്. വൃന്ദാവനത്തിൽ നിന്ന്, UP-യിലെ വൃന്ദാവനത്തിൽ നിന്ന് തുളസി വിത്തുകൾ കൊണ്ടുവന്ന് അത് ഗുരുവായൂരിൽ പൂജിച്ച്, ഗുരുവായൂർ തന്ത്രിയിൽ നിന്ന് ഏറ്റുവാങ്ങി പാലക്കാട് എത്തിച്ച്, പാലക്കാടും ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പൂജിച്ച് അവിടുന്ന് ഈ നാരായണീയ സമിതികൾക്ക് വിതരണം ചെയ്യുന്ന ഒരു പരിപാടിയായിരുന്നു. ഇപ്പോൾ തുളസി വിത്തുകൾ വീട്ടിൽ ഓഗസ്റ്റ് 12-ന് വിതച്ച് മുളപ്പിച്ച് വ്രതമായിട്ട് അതിനോടൊപ്പം ഒരു കാപ്പ് കെട്ടാനുള്ള ചരട് കൊടുത്തിട്ടുണ്ട്. അന്ന് മുതൽ കണിയാനുള്ള ഗോപി ചന്ദനം കൊടുത്തിട്ടുണ്ട്. നാമം ജപിക്കാനുള്ള കൗണ്ടിംഗ് മെഷീൻ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒരു കിറ്റാക്കിയിട്ട് ഇന്നലെ വിതരണം ചെയ്യുകയായിരുന്നു. അപ്പോൾ അതിനോടനുബന്ധിച്ച് എൻ്റെ അനുഗ്രഹ ഭാഷണത്തിൽ ഞാൻ നമ്മുടെ അമ്മയുടെ ഈ കാവ്യമഞ്ജരിയിൽ നിന്നുള്ള നാരായണീയ ദിനം എന്നുള്ള ആ ഒരു കാവ്യം അവതരിപ്പിച്ചു എൻ്റെ പ്രസംഗത്തിൻ്റെ അവസാനം. അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എല്ലാവരും വളരെ ഹൃദ്യമായിട്ട് അനുഭവിച്ചു. അപ്പം അതിനെ ഭാരവാഹികളോട് പറഞ്ഞിട്ട് ഈ ഒരു നാരായണീയ മഹോത്സവത്തിൻ്റെ ഒരു തീം സോങ് പോലെ അതിനോടനുബന്ധിച്ച ചടങ്ങുകളിലൊക്കെ ആലപിക്കാനായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്വീകരിക്കാം എന്ന് പറഞ്ഞപ്പോൾ അവരെല്ലാം അത് 2 കൈയും നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും സമ്മതമായിരിക്കുകയാണ്. അങ്ങനെ ഇതിൻ്റെ കോപ്പി പ്രിന്റ് ചെയ്ത് അവരെല്ലാവർക്കും വിതരണം ചെയ്യും. ഞാൻ അതിൻ്റെ കോപ്പി അതിൻ്റെ സംഘാടകർക്ക് കൊടുത്തിട്ടുണ്ട്, നാരായണീയ ദിനം എന്നുള്ളത്. അപ്പം അതിന് നല്ലൊരു രീതിയിൽ കോറസ് ആയിട്ട് എല്ലാവർക്കും ചൊല്ലുന്ന മാതിരി ഒരു രീതിയും കൂടി സംഗീതജ്ഞരായിട്ടുള്ള 1-2 പേരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും കൂടി ഒന്നിച്ച് ചൊല്ലാൻ പറ്റുന്ന രീതി. ഇപ്പം ഞാൻ ചൊല്ലുന്നത് ഒരു കവിതാ പാരായണ രീതിയാണ്. ഒരു കോറസിന് ഒപ്പം ചൊല്ലാൻ ബുദ്ധിമുട്ടായിരിക്കാം. അപ്പം ഞാൻ കോമൺ ആയിട്ടുള്ളൊരു രീതിയിൽ ഇന്ന് ചൊല്ലാം. അത് കുറച്ചുകൂടി സംഗീതം കൊടുത്തുകൊണ്ട്, അറ്റ്ലീസ്റ്റ് ശ്രുതിയെങ്കിലും കൊടുത്തുകൊണ്ട് ചൊല്ലാൻ അറിയുന്നവർ നന്നായിട്ട് ചൊല്ലി കോറസായിട്ട് ചൊല്ലാൻ പരിശീലിപ്പിച്ചാൽ എല്ലാ നാരായണീയ സമിതികൾക്കും അതൊരു മുതൽക്കൂട്ടാകും. നാരായണീയ പാരായണം ആരംഭിക്കുന്നതിന് മുമ്പ് ഈ ഒരു സ്തോത്രം പാടി നാരായണീയത്തെയും മേൽപ്പത്തൂരിനെയും ഗുരുവായൂരപ്പനെയും സ്തുതിക്കുന്ന അത് പാടിക്കൊണ്ട് നാരായണീയ പാരായണങ്ങൾ ആരംഭിക്കാവുന്നതാണ്. അപ്പോൾ അത് നാരായണീയ സമിതികൾ എവിടെയൊക്കെ ഉണ്ടോ അവിടേക്കൊക്കെ എത്തിച്ചേരും. പാലക്കാട് തന്നെ 325ഓളം നാരായണീയ സമിതികൾ ഈ പരിപാടിയിൽ രജിസ്റ്റർ ചെയ്ത് പങ്കെടുക്കുന്നുണ്ട്. ഇനിയും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിന്ന് ഒന്നുകൂടെ ഞാൻ ചൊല്ലാം. അതിൻ്റെ ലിറിക്സ് ഞാൻ ഫേസ്ബുക്കിൽ ഇത് കഴിഞ്ഞിട്ട് പോസ്റ്റ് ചെയ്യാം, ഫോട്ടോ പോസ്റ്റ് ചെയ്യാം. നാരായണീയ ദിനം എന്നുള്ളത്. അപ്പം എല്ലാവരും അത് കേട്ട് പഠിച്ച് നാരായണീയ പരിപാടികളിൽ മറ്റുള്ളവരെ കൊണ്ടും പഠിപ്പിച്ച് ചൊല്ലിക്കുക. അപ്പോൾ നല്ല രീതിയിലൊരു കോറസ് ആയിട്ടത് പാടാൻ സംഗീതജ്ഞരായിട്ടുള്ള ആളുകൾ ശ്രമിക്കട്ടെ. ഞാനിപ്പോൾ ഒരു സാധാരണ രീതിയിൽ കോമൺ ആയിട്ട് പാടാം. എൻ്റെ ആ കാവ്യ ആലാപന ശൈലിയിലുള്ള നീട്ടലൊന്നുമില്ലാതെ, അല്ലേ? മറ്റേത് നമ്മൾ കുറച്ച് നീട്ടിയിട്ടൊക്കെയാണ് ആസ്വദിച്ചാണ് ചൊല്ലുക. ആ ഒരു ആസ്വാദനം കുറയും കോറസ് രീതിയിൽ ചൊല്ലുമ്പോൾ. അപ്പോൾ അത് ഞാൻ ആദ്യം ഒന്ന് ചൊല്ലിയിട്ട് നമ്മുടെ അടുത്ത വിഷയത്തിലേക്ക് വരാം. അടുത്ത വിഷയം ദ്രൗപദിയാണ്, അല്ലേ? കാവ്യമഞ്ജരിയിൽ ദ്രൗപദിയിലേക്ക് പ്രവേശിക്കും. എല്ലാവർക്കും കോപ്പി ഞാൻ ഫേസ്ബുക്കിൽ ഇട്ട് തരാം. വാട്സപ്പിലുള്ളവർക്കൊക്കെ വാട്സപ്പിലും ഇട്ട് തരാം ആണെങ്കിൽ. അപ്പോൾ നാരായണീയ ദിനം എന്ന് പേര് കൊടുത്തിട്ടുണ്ടെങ്കിലും നാരായണീയ സ്തോത്രം തന്നെയാണ്.
ഭക്തി വിശുദ്ധിയും ഭാവനാ സൗരഭ്യം അർത്ഥസമ്പുഷ്ടിയും വൃത്തവൈവിധ്യവും ഭാഷതൻ ഭംഗിയും ഒത്തു ശോഭിച്ചിടും സ്തോത്ര മനോഹരി മോഹവിനാശിനി നാരായണീയം ഗുരുവായൂരപ്പന്റെ ഗാനാമൃതം കേൾക്കാം പാടാം പഠിച്ചിടാം. ഭക്തി വിശുദ്ധിയും ഭാവനാ സൗരഭ്യമർത്ഥ സമ്പുഷ്ടിയും വൃത്തവൈവിധ്യവും ഭാഷതൻ ഭംഗിയും ഒത്തു ശോഭിച്ചിടും സ്തോത്ര മനോഹരി മോഹവിനാശിനി നാരായണീയം ഗുരുവായൂരപ്പന്റെ ഗാനാമൃതം കേൾക്കാം പാടാം പഠിച്ചിടാം. വേണുഗോപാലന്റെ രാഗത്തിനൊപ്പിച്ചു പാടിയാടും ബാലസുന്ദരീ വന്ദനം. വേണുഗോപാലന്റെ രാഗത്തിനൊപ്പിച്ചു പാടിയാടും ബാലസുന്ദരീ വന്ദനം. ഭാഗവതാധിഷ്ഠിതമായി രചിച്ചതാം 1000 സുന്ദര ശ്ലോക പുഷ്പങ്ങളാൽ കോർത്ത വനമാല നാരായണീയമാം കാവ്യം ഗുരുവായൂരപ്പന്റെ തൃപ്പാദകാരിലർപ്പിച്ച മേൽപ്പത്തൂർ മഹാകവി ശ്രേഷ്ഠനു മുന്നിൽ പ്രണാമം പ്രണാമമേ. ഭാഗവതാധിഷ്ഠിതമായി രചിച്ചതാം 1000 സുന്ദര ശ്ലോക പുഷ്പങ്ങളാൽ കോർത്ത വനമാല നാരായണീയമാം കാവ്യം ഗുരുവായൂരപ്പന്റെ തൃപ്പാദതാരിലർപ്പിച്ച മേൽപ്പത്തൂർ മഹാകവി ശ്രേഷ്ഠനു മുന്നിൽ പ്രണാമം പ്രണാമമേ. നിത്യമാം രോഗം ഭവരോഗമാണതിനുത്തമം ഈശ്വരഭക്തിയാമൌഷധം നാരായണീയമാം ഭക്തികാവ്യം നമുക്കേകിയ വാകാലയേശ്വര പാഹി മാം. നാരായണീയമാം ഭക്തികാവ്യം നമുക്കേകിയ വാകാലയേശ്വര പാഹി മാം. നാരായണ ജയ 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 നാരായണ ജയ. അങ്ങനെ എന്തെങ്കിലും ഒരു പല്ലവിയും കൂടി വേണമെങ്കിൽ എല്ലാവർക്കും കൂടി ഏറ്റുപാടുകയും ചെയ്യാം. അപ്പോ ചില പദങ്ങൾ അടുത്ത വരിയിലേക്കും ചേർന്ന് കിടക്കുന്നത് കൊണ്ടാണ് അതിനത്തിരി ഒരു എന്നെ പോലെ ഒരാൾക്ക് ഞാൻ സാഹിത്യത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ആളാണ്. സംഗീതത്തിന് രണ്ടാമതേ സ്ഥാനം കൊടുക്കാറുള്ളൂ. സംഗീതജ്ഞന്മാര് സംഗീതത്തിന് പ്രാധാന്യം കൊടുക്കും, സാഹിത്യത്തെ അല്പം അവഗണിക്കും. രണ്ടും കൂടി സിങ്ക്രണൈസ് ചെയ്ത് പോകുമ്പോഴാണ് ഒരു ഗാനം വളരെ മനോഹരമാവുക. സംഗീതവും സാഹിത്യവും സരസ്വതീ ദേവിയുടെ 2 സ്ഥലങ്ങളാണ് എന്ന് പറയും. അപ്പൊ 2 സ്ഥലങ്ങളിൽ നിന്നും ഒരുപോലെ അനുഗ്രഹം നമ്മൾ നുകരണം. രണ്ടും പാരലായിട്ട് അല്ല സിങ്ക്രണൈസ്ഡായിട്ട് ഇഴുകിച്ചേരണം. നമ്മൾ സാഹിത്യത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ ചില പദങ്ങൾ മുറിക്കാൻ നമുക്ക് മടിയുണ്ടാവും. സംഗീതജ്ഞർ ദാക്ഷിണ്യം കൂടാതെ പദങ്ങളെ മുറിക്കും. എന്തായാലും ഇതൊരു ഗാനം വളരെ പ്രശസ്തമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ശ്രീരാമാഷ്ടകവും
കൂടുതൽ കൂടുതൽ ആളുകളിലേക്ക്, ക്ഷേത്രങ്ങളിലേക്കൊക്കെ എത്തിച്ചേരട്ടെ. അതും ശ്രീരാമക്ഷേത്രങ്ങളിൽ സന്ധ്യാവേളകളിൽ ആലപിക്കുന്നതായി തീരട്ടെ എന്ന് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ബാക്കി ഗാനങ്ങളും എല്ലാം മനോഹരങ്ങളാണ്. എല്ലാം സഹൃദയർ സ്വീകരിക്കട്ടെ, ആസ്വദിക്കട്ടെ, ധന്യരാവട്ടെ. ഇപ്പൊ നമുക്ക് അടുത്ത കാവ്യത്തിലേക്ക് വരാം. ദ്രൗപദി. പുരാണ സംബന്ധിയായ കാവ്യങ്ങളിൽ ദ്രൗപദിയെക്കുറിച്ചാണ്. ദ്രൗപദിയുടെ മഹാപ്രസ്ഥാനം. അവസാനം പാണ്ഡവന്മാരും ദ്രൗപദിയുമല്ലേ ആയിട്ട് യാത്രയുണ്ടല്ലോ, സ്വർഗാരോഹണം എന്നുള്ള മഹാപ്രസ്ഥാനം. ആ ഒരു യാത്രയിലുള്ള ദ്രൗപദിയുടെ ചിന്തകളാണ് നമുക്കൊന്ന് കേട്ടുനോക്കാം. നാരായണ നാരായണ. ദ്രൗപദി. അങ്ങു ദൂരയായി ചലിക്കുന്നിതു നിഴലുകൾ, തെല്ലുയരത്തിലായി വ്യക്തമല്ലിപ്പോഴൊട്ടും. പിന്നോട്ടു നോക്കിയതായി കണ്ടില്ല കാൽപ്പാടുകൾ, ഇല്ലാത്ത ഭൂമി തന്നിലൂടെയായി നടപ്പു ഞാൻ. അങ്ങു ദൂരെയായി ചലിക്കുന്നിതു നിഴലുകൾ, തെല്ലുയരത്തിലായി വ്യക്തമല്ലിപ്പോഴൊട്ടും. പിന്നോട്ടു നോക്കിയതായി കണ്ടില്ല കാൽപ്പാടുകളില്ലാത്ത ഭൂമി തന്നിലൂടെയായി നടപ്പു ഞാൻ. കാനനം തന്നിൽ കല്ലും മുള്ളുമെൻ പാദങ്ങളെ വേദനിപ്പിക്കുന്നേരം, പ്രേമത്താൽ തലോടിയോർ ദുഃഖിതരായ പതിദേവന്മാർ ദേവാംശജർ. ശത്രുക്കൾക്കെന്നും പേടി സ്വപ്നമായിരുന്നവർ, ധർമ്മത്തിൻ പാത വിട്ടു ചരിക്കാത്തവർ. എന്നും എന്നുടെ വിശുദ്ധിയെ പൂർണ്ണമായി മാനിച്ചവർ. കാനനം തന്നിൽ കല്ലും മുള്ളുമെൻ പാദങ്ങളെ വേദനിപ്പിക്കുന്നേരം, പ്രേമത്താൽ തലോടിയോർ ദുഃഖിതരായ പതിദേവന്മാർ ദേവാംശജർ. ശത്രുക്കൾക്കെന്നും പേടി സ്വപ്നമായിരുന്നവർ, ധർമ്മത്തിൻ പാത വിട്ടു ചരിക്കാത്തവർ. എന്നും എന്നുടെ വിശുദ്ധിയെ പൂർണ്ണമായി മാനിച്ചവർ. രാജസൂയമാം യാഗം നടത്തി പിതാവിന്റെ പൂർണ്ണമാം അനുഗ്രഹം നേടിയ സൽപുത്രന്മാർ, ഭക്തിയും ധർമ്മനിഷ്ഠ ധൈര്യവും കാരുണ്യവും ഒത്തുചേർന്നുള്ളൊരമ്മ തന്നെ പിന്തുടർന്നവർ. രാജസൂയമാം യാഗം നടത്തി പിതാവിന്റെ പൂർണ്ണമാം അനുഗ്രഹം നേടിയ സൽപുത്രന്മാർ, ഭക്തിയും ധർമ്മനിഷ്ഠ ധൈര്യവും കാരുണ്യവും ഒത്തുചേർന്നുള്ളൊരമ്മ തന്നെ പിന്തുടർന്നവർ. ധർമ്മസ്ഥാപനത്തിനായി
സർവാത്മാവാകും കൃഷ്ണൻ തന്നുടെ പിന്നിൽ നിൽക്കാൻ സൗഭാഗ്യം സിദ്ധിച്ചവർ. ധർമ്മസ്ഥാപനത്തിനായി സർവാത്മാവാകും കൃഷ്ണൻ തന്നുടെ പിന്നിൽ നിൽക്കാൻ സൗഭാഗ്യം സിദ്ധിച്ചവർ. രാജ്യമേൽപ്പിച്ചു പൗത്രൻ തങ്കലായി, ഗുരുവിന്റെ ആജ്ഞ പാലിച്ചു തന്റെ ധർമ്മങ്ങളെല്ലാം ചെയ്ത്, ഗുരുവിൻ അനുഗ്രഹം തങ്ങൾ തൻ ശക്തിയെന്നായി ഉറച്ചു മൗനവ്രതം ദീക്ഷിച്ചു ഭക്തിപൂർവം. രാജ്യമേൽപ്പിച്ചു പൗത്രൻ തങ്കലായി, ഗുരുവിന്റെ ആജ്ഞ പാലിച്ചു തന്റെ ധർമ്മങ്ങളെല്ലാം ചെയ്ത്, ഗുരുവിൻ അനുഗ്രഹം തങ്ങൾ തൻ ശക്തിയെന്നായി ഉറച്ചു മൗനവ്രതം ദീക്ഷിച്ചു ഭക്തിപൂർവം. ജീവിതം സഫലമായി തീർത്തതു കൃഷ്ണൻ തന്നെ, ധീരരാമവർ സ്വയം ത്യജിച്ചു കർമ്മമെല്ലാം. ജീവിതം സഫലമായി തീർത്തതു കൃഷ്ണൻ തന്നെ, ധീരരാമവർ സ്വയം ത്യജിച്ചു കർമ്മമെല്ലാം. പ്രാരബ്ധമെല്ലാം വ്രതനിഷ്ഠമാം യാത്രയോടെ തീരട്ടെ, ദേഹമെവിടെയെങ്കിലും പതിക്കട്ടെ. പ്രാരബ്ധമെല്ലാം വ്രതനിഷ്ഠമാം യാത്രയോടെ തീരട്ടെ, ദേഹമെവിടെയെങ്കിലും പതിക്കട്ടെ. മറന്നു എല്ലാം ഇറങ്ങി മുന്നോട്ടേക്കു നടന്നു യുധിഷ്ഠിരൻ ധർമ്മിഷ്ഠന ചഞ്ചലൻ. മറന്നു എല്ലാം ഇറങ്ങി മുന്നോട്ടേക്കു നടന്നു യുധിഷ്ഠിരൻ ധർമ്മിഷ്ഠൻ അചഞ്ചലൻ. നിത്യമാം പൂർണ്ണതയോ ശുദ്ധമാം ശൂന്യതയോ, നിസ്തുലമാനന്ദമോ നിസ്സംഗഭാവം താനോ, ചിത്തത്തിൽ പറയുവാനായില്ല പരസ്പരം നോക്കാതെ എല്ലാം അറിഞ്ഞു മൗനികളായി. നിത്യമാം പൂർണ്ണതയോ ശുദ്ധമാം ശൂന്യതയോ, നിസ്തുലമാനന്ദമോ നിസ്സംഗഭാവം താനോ, ചിത്തത്തിൽ പറയുവാനായില്ല പരസ്പരം നോക്കാതെ എല്ലാം അറിഞ്ഞു മൗനികളായി. പിന്നിലോരോരുത്തരായി നടന്നിതനുജന്മാർ, എന്നെ നോക്കിയോ കണ്ടോ ഓർത്തുവോ അറിയില്ല. അവർ തൻ പിന്നിൽ എത്ര ദൂരെ ഞാൻ അറിയുന്നു, അകലങ്ങളിൽ തന്നെ ഏവരുമെല്ലാ നാളും. പിന്നിലോരോരുത്തരായി നടന്നിതനുജന്മാർ, എന്നെ നോക്കിയോ കണ്ടോ ഓർത്തുവോ അറിയില്ല. അവർ തൻ പിന്നിൽ എത്ര ദൂരെ ഞാൻ അറിയുന്നു, അകലങ്ങളിൽ തന്നെ ഏവരുമെല്ലാ നാളും. എവിടെ മക്കൾ ബന്ധുജനങ്ങൾ ആശ്രിതന്മാർ, എവിടെ രാജ്ഞിപ്പട്ടം സ്ഥാനമാനങ്ങളെല്ലാം. എവിടെ മക്കൾ ബന്ധുജനങ്ങൾ ആശ്രിതന്മാർ, എവിടെ രാജ്ഞിപ്പട്ടം സ്ഥാനമാനങ്ങളെല്ലാം. ബന്ധങ്ങളെല്ലാം ബലഹീനങ്ങളായിടുമ്പോൾ, അന്തരംഗത്തിൽ കാമലേശമില്ലാതാവുമ്പോൾ, എത്തിടും കൃഷ്ണൻ സർവസംഗ നിർമുക്തൻ പരൻ. ചിത്തത്തിനസ്തിത്വമായി ശാന്തിയായി ശക്തിയായി. ബന്ധങ്ങളെല്ലാം ബലഹീനങ്ങളായിടുമ്പോൾ,
അന്തരംഗത്തിൽ കാമലേശമില്ലാതാവുമ്പോൾ എത്തിടും കൃഷ്ണൻ സർവസംഗ നിർമുക്തൻ പരൻ. ചിത്തത്തിന് അസ്തിത്വമായി ശക്തിയായി ശാന്തിയായി ശക്തിയായി. തളരും നേരം ഒന്നു താങ്ങുവാൻ കൈപിടിക്കാൻ വരുവാൻ ആരുമില്ലൻ പതിദേവന്മാരെങ്ങോ. എവിടെ നിൽക്കുന്നു ഞാൻ തേജോയുക്തങ്ങളായി ഭവിക്കുന്നല്ലോ സർവം ഒന്നായി തോന്നുന്നല്ലോ. തളരും നേരം ഒന്നു താങ്ങുവാൻ കൈപിടിക്കാൻ വരുവാൻ ആരുമില്ലൻ പതിദേവന്മാരെങ്ങോ. എവിടെ നിൽക്കുന്നു ഞാൻ തേജോയുക്തങ്ങളായി ഭവിക്കുന്നല്ലോ സർവം ഒന്നായി തോന്നുന്നല്ലോ. ഒരു കണ്ണുനീർത്തുള്ളി ഉണർന്നെൻ കണ്ണിൽ അതിൽ തെളിയുന്നല്ലോ കൃഷ്ണൻ തൻ മൃദുമന്ദഹാസം. ഒരു കണ്ണുനീർത്തുള്ളി ഉണർന്നെൻ കണ്ണിൽ അതിൽ തെളിയുന്നല്ലോ കൃഷ്ണൻ തൻ മൃദുമന്ദഹാസം. നീലമേഘങ്ങൾ വിണ്ണിൽ കണ്ടിടുന്നല്ലോ വേണുഗാനമോ പ്രണവത്തിൻ നാദമോ കേൾക്കുന്നല്ലോ. നീലമേഘങ്ങൾ വിണ്ണിൽ കണ്ടിടുന്നല്ലോ വേണുഗാനമോ പ്രണവത്തിൻ നാദമോ കേൾക്കുന്നല്ലോ. ദ്രൗപദിയുടെ ചിന്തകളാണ് മഹാപ്രസ്ഥാനത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതവുമായിട്ടും ബന്ധപ്പെടുത്താം. ഓരോരുത്തരും അവരവരുടെ ജീവിതത്തിലെ മഹാപ്രസ്ഥാനം തയ്യാറെടുക്കുക, അല്ലെങ്കിൽ നമ്മളിപ്പോൾ തന്നെ ആരംഭിച്ചിരിക്കുന്നു. അപ്പോ ഒന്ന് തിരിഞ്ഞു നോക്കുക, ചിന്തിക്കുക. അവസാനം ആരാണ് കൂടെ ഉണ്ടാവുക? ഭഗവാൻ മാത്രമേ ഉള്ളൂ എന്നുള്ള സത്യമാണ് ഈ കാവ്യത്തിലൂടെ അമ്മ സ്വന്തം അനുഭവം തന്നെയാണ് നമ്മളെയൊക്കെ ബോധ്യപ്പെടുത്തുന്നത്. എന്തെല്ലാം നേട്ടങ്ങൾ നേടിക്കഴിഞ്ഞാലും, എത്ര ശക്തന്മാരായിട്ടുള്ള ആളുകൾ നമ്മളെ സേവിക്കാൻ ചുറ്റുമുണ്ടായിരുന്നാലും, എല്ലാവരും ഇല്ലാതാവുന്ന കാലം വരും. എല്ലാവരും നമ്മളെ ഉപേക്ഷിച്ച് പോകുന്ന അവസ്ഥ വരും. നമ്മൾ ഒറ്റയ്ക്കായിരിക്കും യാത്ര. ആ യാത്ര ധന്യമായി തീരാൻ കൂടെ കൈപിടിക്കാൻ ഭഗവാൻ ഉണ്ടാവട്ടെ. അന്ധകാലേച്ച മാമേവ സ്മരൻ മുക്ത്വാ കളേവരം യഃ പ്രയാതി ത്യജൻ ദേഹം സയാതി പരമാം ഗതിം എന്ന സന്ദേശം വളരെ സൂക്ഷ്മമായിട്ട് ദ്രൗപദിയുടെ മനോഗതത്തിലൂടെ നമുക്ക് പറഞ്ഞു തരികയാണ്. ചിന്തിക്കുക, കാവ്യം ആസ്വദിച്ച് ചൊല്ലാനും പഠിക്കാനും ഒക്കെ സാധിക്കട്ടെ നിങ്ങൾക്ക്. എന്നിട്ട് ജീവിതത്തിൽ അത് വെളിച്ചമാവട്ടെ. അടുത്തത് കുചേലോപാഖ്യാനമാണ്. അത് പിന്നെ നാരായണീയത്തിന്റെ ഒരു സ്വതന്ത്ര പരിഭാഷയാണ്. നാരായണീയത്തിന്റെ അതേ വൃത്തത്തിൽ തന്നെ വൃത്താനുവൃത്തം എന്ന് പറഞ്ഞതുപോലെയുള്ള സ്വതന്ത്ര പരിഭാഷയാണ്. കുചേലോപാഖ്യാനം. 10 ശ്ലോകങ്ങളെ കൊണ്ടാണ്. നാരായണ. കുചേലനെന്നുള്ള ദരിദ്രവിപ്രൻ ബവൽ സതീർത്ഥ്യൻ പ്രശമീജിതേന്ദ്രിയൻ ഗൃഹസ്ഥനെന്നാലും അതീവ നിസ്പൃഹൻ
കഴിച്ചു കാലം ഭവദേക ചിന്തയാ. കുചേലനെന്നുള്ള ദരിദ്രവിപ്രൻ ഭവൽ സതീർത്ഥ്യൻ പ്രശമീജിതേന്ദ്രിയൻ. ഗൃഹസ്ഥനെന്നാലും അതീവ നിസ്പൃഹൻ കഴിച്ചു കാലം ഭവദേക ചിന്തയാ. പതിക്കു യോജിച്ചവൾ വിപ്രപത്നി വിശപ്പുമാറ്റാൻ വഴി കണ്ടിടാതെ പറഞ്ഞു ലക്ഷ്മീപതിയായ കൃഷ്ണൻ ഭവൽ സഖാവല്ലി ലഭിച്ചിടും ധനം. പതിക്കു യോജിച്ചവൾ വിപ്രപത്നി വിശപ്പുമാറ്റാൻ വഴി കണ്ടിടാതെ പറഞ്ഞു ലക്ഷ്മീപതിയായ കൃഷ്ണൻ ഭവൽ സഖാവല്ലി ലഭിച്ചിടും ധനം. ക്ഷുധാർത്തയാകും പ്രിയതന്നുപായനം ഭക്ത്യശ്രുശുദ്ധം പൃഥുകം കരത്തിൽ ഗ്രഹിച്ചു വിപ്രൻ ഭവദീയ ചിന്തയിൽ ലയിച്ചു മന്ദം നടകൊണ്ടു ദ്വാരകാം. ക്ഷുധാർത്തയാകും പ്രിയതന്നുപായനം ഭക്ത്യശ്രുശുദ്ധം പൃഥുകം കരത്തിൽ ഗ്രഹിച്ചു വിപ്രൻ ഭവദീയ ചിന്തയിൽ ലയിച്ചു മന്ദം നടകൊണ്ടു ദ്വാരകാം. ആശ്ചര്യമാം ദ്വാരക തന്നിലെത്തി കൃഷ്ണന്റെ സ്നേഹസ്നുത പൂജനത്താൽ വൈകുണ്ഠലഭ്യം പദമാത്മനിർവൃതിം നേടീരമാമഞ്ചമതിൽ പ്രവിഷ്ടൻ. ആശ്ചര്യമാം ദ്വാരക തന്നിലെത്തി കൃഷ്ണന്റെ സ്നേഹസ്നുത പൂജനത്താൽ വൈകുണ്ഠലഭ്യം പദമാത്മനിർവൃതിം നേടീരമാമഞ്ചമതിൽ പ്രവിഷ്ടൻ. തോഴന്റെ കയ്യിൽ തഴുകിയിട്ടു കൃഷ്ണൻ അനുസ്മരിച്ചു ഗുരുഗേഹവാസം. കാട്ടിന്നിരുട്ടിൽ മഴയേറ്റു നിന്നതും സഖേ മറക്കില്ല ഗുരോരനുഗ്രഹം. തോഴന്റെ കയ്യിൽ തഴുകിയിട്ടു കൃഷ്ണൻ അനുസ്മരിച്ചു ഗുരുഗേഹവാസം. കാട്ടിന്നിരുട്ടിൽ മഴയേറ്റു നിന്നതും സഖേ മറക്കില്ല ഗുരോരനുഗ്രഹം. ഒളിച്ചു വെച്ചോരവിൽ കൈക്കലാക്കി ഭുജിച്ചു കൃഷ്ണൻ ഒരു കൈ നിറച്ചും പരിഭ്രമിച്ചെത്തിരമാ മതീ മതീ നിറുത്തു കയ്യിൽ കയറിപ്പിടിച്ചു. ഒളിച്ചു വെച്ചോരവിൽ കൈക്കലാക്കി ഭുജിച്ചു കൃഷ്ണൻ ഒരു കൈ നിറച്ചും പരിഭ്രമിച്ചെത്തിരമാ മതീ മതീ നിറുത്തു കയ്യിൽ കയറിപ്പിടിച്ചു. ആരാണു ഭക്തൻ അറിയില്ല രാത്രി കഴിഞ്ഞു നിർവാണ സുഷുപ്തി തന്നിൽ പ്രഭാതമായി തോഴന യാത്രയാക്കി ദ്രവ്യം വിനാ കൃഷ്ണനെ ആരു കണ്ടു. ആരാണു ഭക്തൻ അറിയില്ല രാത്രി കഴിഞ്ഞു നിർവാണ സുഷുപ്തി തന്നിൽ പ്രഭാതമായി തോഴനെ യാത്രയാക്കി ദ്രവ്യം വിനാ കൃഷ്ണനെ ആരു കണ്ടു. ചോദിച്ചുവെങ്കിൽ തരുമായിരുന്നു പറഞ്ഞിടാം പത്നിയൊടന്നതോർത്തു കൃഷ്ണ ഭവൽവാക്യസുധാബ്ദിലീനൻ കണ്ടു സുവർണാഭഗൃഹങ്ങളെങ്ങും. ചോദിച്ചുവെങ്കിൽ തരുമായിരുന്നു പറഞ്ഞിടാം പത്നിയൊടന്നതോർത്തു കൃഷ്ണ ഭവൽവാക്യസുധാബ്ദിലീനൻ കണ്ടു സുവർണാഭഗൃഹങ്ങളെങ്ങും. ചിന്തിച്ചു നിന്നു വഴിതെറ്റിയോ ഞാൻ തിരിച്ചു പോന്നോ പ്രിയമുന്നിൽ നിൽപ്പൂ ലക്ഷ്മീ സമാനാംഗി സഖീ സമേതം കൃഷ്ണന്റെ കാരുണ്യമതെത്ര ചിത്രം.
ചിന്തിച്ചു നിന്നു വഴിതെറ്റിയോ ഞാൻ തിരിച്ചു പോന്നോ, പ്രിയ മുന്നിൽ നിൽപ്പൂ ലക്ഷ്മീ സമാനാംഗി സഖീ സമേതം, കൃഷ്ണന്റെ കാരുണ്യമതെത്ര ചിത്രം. മണിമന്ദിരത്തിൽ മരുവുമ്പോഴും ദ്വിജൻ ഭക്ത്യാമൃതത്തിൽ മുഴുകിക്കഴിഞ്ഞു. ഏവം സ്വഭക്തന്നെ അനുഗ്രഹിക്കും മരുൾപുരാധീശമഹം നമാമി. മണിമന്ദിരത്തിൽ മരുവുമ്പോഴും ദ്വിജൻ ഭക്ത്യാമൃതത്തിൽ മുഴുകിക്കഴിഞ്ഞു. ഏവം സ്വഭക്തന്നെ അനുഗ്രഹിക്കും മരുൾപുരാധീശമഹം നമാമി. അങ്ങനെ മേൽപ്പത്തൂരിന്റെ ആശയങ്ങളെ അങ്ങനെ തന്നെ അതേ വൃത്തത്തിൽ തന്നെ പകർത്തിയിരിക്കുകയാണ്. ഇതിൽ ഈ ആരാണി ഭക്തൻ എന്നുള്ള പ്രയോഗം മേൽപ്പത്തൂരിന്റെ അതിൽ ഇല്ലാത്തതാണ്, അമ്മയുടെ പ്രയോഗമാണ്. എന്താണ് കാരണം വെച്ചാൽ, ഇപ്പൊ കൃഷ്ണൻ കുചേലന്റെ ഭക്തനോ കുചേലൻ കൃഷ്ണന്റെ ഭക്തനോ എന്നുള്ള ശങ്ക കൂടി അവർ തമ്മിലുള്ള ആ ഒരു രംഗം കണ്ടാൽ തോന്നാം. ആ ഒരു ശങ്കയെ അവിടെ അവതരിപ്പിച്ചിരിക്കുകയാണ്. വളരെ മനോഹരമാണത്. കൃഷ്ണൻ കുചേലനെ സേവിക്കുന്നത് കണ്ടാൽ കൃഷ്ണനാണ് ഭക്തൻ എന്ന് തോന്നും. അതെ, ബ്രാഹ്മണ ഭക്തൻ തന്നെയാണ് കൃഷ്ണൻ, അല്ലെ? ബ്രഹ്മണ്യദേവനാണ്, ബ്രാഹ്മണ ഭക്തനാണ്, അദ്ദേഹം സേവിക്കുകയാണ്. കുചേലൻ കൃഷ്ണന്റെ ഭക്തനുമാണ്. ഇവിടെ പക്ഷേ സേവ കൂടുതൽ കുചേലനാണ് അനുഭവിക്കുന്നത്. അപ്പൊ പ്രത്യക്ഷത്തിൽ കണ്ടാൽ ഇപ്പൊ ഭക്തൻ കൃഷ്ണൻ തന്നെയാണ്. ആ രീതിയിലായിരുന്നു അവിടുത്തെ ആ ദ്വാരകയിലെ രംഗം. നമ്മളെ കൂടുതലൊന്നും പറയാതെ ഈ ഒറ്റ ചോദ്യം കൊണ്ട് നമ്മുടെ ഉള്ളിൽ ചിന്തിക്കാൻ വിട്ടിരിക്കുകയാണ്. ആ ഭഗവാൻ എന്തെല്ലാം സേവ ചെയ്തു കുചേലന് വേണ്ടി എന്നുള്ളത് ഭാഗവതത്തിൽ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. അതൊക്കെ ഓർക്കാനുള്ളൊരു ഒരു താക്കോലാണ് ഈ ആരാണ് ഭക്തൻ എന്നുള്ള പ്രയോഗം. അത് വളരെ മനോഹരമായിട്ടുണ്ട്. നാരായണ. ഇനി അജാമിളോപാഖ്യാനം. ഒരു മിനിറ്റ്, ഒരു ഫോൺ വരുന്നു, നോക്കട്ടെ. അയ്യോ. അപ്പൊ അജാമിളോപാഖ്യാനം അതും നാരായണീയത്തിന്റെ തന്നെ സ്വതന്ത്ര പരിഭാഷയാണ്. വളരെ ലളിതമാണ്. അതേ വൃത്തത്തിൽ തന്നെയാണ്. നമുക്ക് നോക്കാം, വായിക്കാം. അജാമിളോപാഖ്യാനം. അജാമിളൻ ധർമ്മരതൻ മഹീസുരൻ സമിത്കുശാദ്യങ്ങൾ സമാഹരിപ്പാൻ വനത്തിലെത്തി ഗുരുവാക്യചോദിതൻ യദൃച്ഛയാ കണ്ടു മദാകുലാം സ്ത്രീയം. അജാമിളൻ ധർമ്മരതൻ മഹീസുരൻ സമിത്കുശാദ്യങ്ങൾ സമാഹരിപ്പാൻ വനത്തിലെത്തി ഗുരുവാക്യചോദിതൻ യദൃച്ഛയാ കണ്ടു മദാകുലാം സ്ത്രീയം. പ്രശാന്തനെന്നാലും അവൻ വെടിഞ്ഞു സ്വധർമ്മമെല്ലാം അവളൊത്തുവാണു. അധർമ്മമാർഗത്തിൽ നടന്നുവെങ്കിലും സുതന്നു നാരായണ നാമമേകി. പ്രശാന്തനെന്നാലും അവൻ വെടിഞ്ഞു സ്വധർമ്മമെല്ലാം അവളൊത്തുവാണു. അധർമ്മമാർഗത്തിൽ നടന്നുവെങ്കിലും സുതന്നു നാരായണ നാമമേകി.
ആസന്നമായി മൃത്യു സമീപമെത്തി മൂവർ ഭടന്മാർ അതിഘോരൂപർ ഭയന്നുപോയി തൻ ഗതജന്മപുണ്യാൽ വിളിച്ചു നാരായണ നാമബാലനേ. ആസന്നമായി മൃത്യു സമീപമെത്തി മൂവർ ഭടന്മാർ അതിഘോരൂപർ ഭയന്നുപോയി തൻ ഗതജന്മപുണ്യാൽ വിളിച്ചു നാരായണ നാമബാലനേ. കൃഷ്ണ ഭവം നാമ മഹത്വമൊന്നിനാൽ എത്തി ഭവൽ പാർഷദർ നാൽവർ മുന്നിൽ ശ്രീവിഷ്ണു തുല്യാങ്കരതീവ സുന്ദരർ ഭവാനെയോർത്തല്ല വിളിച്ചതെങ്കിലും. കൃഷ്ണ ഭവൻ നാമ മഹത്വമൊന്നിനാൽ എത്തി ഭവൽ പാർഷദർ നാൽവർ മുന്നിൽ ശ്രീവിഷ്ണു തുല്യാങ്കരതീവ സുന്ദരർ ഭവാനെയോർത്തല്ല വിളിച്ചതെങ്കിലും. അജാമിളൻ ചെയ്തൊരു പാപമെല്ലാം പറഞ്ഞു മൂവർ കയറിട്ട നേരം ചതുർഭുജന്മാർ അവരെ തടഞ്ഞു കേൾപ്പിച്ചവൻ ചെയ്തൊരു പുണ്യകർമ്മം. അജാമിളൻ ചെയ്തൊരു പാപമെല്ലാം പറഞ്ഞു മൂവർ കയറിട്ട നേരം ചതുർഭുജന്മാരവരെ തടഞ്ഞു കേൾപ്പിച്ചവൻ ചെയ്തൊരു പുണ്യകർമ്മം. ജപിച്ചുവല്ലോ ഭഗവാന്റെ നാമം നാരായണ എന്നതു കേട്ടതില്ലേ. നാമം ജപം കൊണ്ടു നശിച്ചിടാത്ത പാപങ്ങളുണ്ടോ യമരാജഭൃത്യരേ. ജപിച്ചുവല്ലോ ഭഗവാന്റെ നാമം നാരായണ എന്നതു കേട്ടതില്ലേ. നാമം ജപം കൊണ്ടു നശിച്ചിടാത്ത പാപങ്ങളുണ്ടോ യമരാജഭൃത്യരേ. ശ്രുതിസ്മൃതി പ്രോക്ത വ്രതങ്ങൾ വാസനാക്ഷയം വരുത്തില്ല മനസ്സു ശുദ്ധമാം. കൃഷ്ണന്റെ സേവാവ്രതമൊന്നിനാൽ താൻ ലഭിപ്പു രണ്ടും ഭടരേ ധരിക്കാം. ശ്രുതിസ്മൃതി പ്രോക്ത വ്രതങ്ങൾ വാസനാക്ഷയം വരുത്തില്ല മനസ്സു ശുദ്ധമാം. കൃഷ്ണന്റെ സേവാവ്രതമൊന്നിനാൽ താൻ ലഭിപ്പു രണ്ടും ഭടരേ ധരിക്കാം. മുകുന്ദനാമം അറിയാതെ ചൊൽകിലും ഭസ്മീകരിക്കുന്നിതു പാപമെല്ലാം. ഏധസ്സിനെ വന്യതെന്ന പോലെയും രോഗങ്ങളെ ഔഷധമെന്ന പോലെയും. മുകുന്ദനാമം അറിയാതെ ചൊൽകിലും ഭസ്മീകരിക്കുന്നിതു പാപമെല്ലാം. ഏതസ്സിനെ വന്യതെന്ന പോലെയും രോഗങ്ങളെ ഔഷധമെന്ന പോലെയും. ഇവന്റെ പൂർവാർജിത പാപമുൾപ്പെടെ നശിച്ചുവല്ലോ ഹരിനാമ കീർത്തനാൽ. കർമ്മങ്ങൾ ചെയ്യേണ്ടവ ചെയ്തു പിന്നെ ദണ്ഡം കൊടുക്കുന്നതിലെന്തു നീതി. ഇവന്റെ പൂർവാർജിത പാപമുൾപ്പെടെ നശിച്ചുവല്ലോ ഹരിനാമ കീർത്തനാൽ. കർമ്മങ്ങൾ ചെയ്യേണ്ടവ ചെയ്തു പിന്നെ ദണ്ഡം കൊടുക്കുന്നതിലെന്തു നീതി. പരാജയപ്പെട്ട ഭടർ മടങ്ങി കൃഷ്ണ ഭവൽ സേവകർ പോയി മറഞ്ഞു. നിറഞ്ഞു നിന്നു തുളസി സുഗന്ധം മനം നിറച്ചു ഹരിഭക്തി ഗന്ധം. പരാജയപ്പെട്ട ഭടർ മടങ്ങി കൃഷ്ണ ഭവൽ സേവകർ പോയി മറഞ്ഞു. നിറഞ്ഞു നിന്നു തുളസി സുഗന്ധം മനം നിറച്ചു ഹരിഭക്തി ഗന്ധം. അജാമിളൻ ഗംഗയിലെത്തി പശ്ചാത്താപത്തിൽ മുങ്ങി
പരിശുദ്ധി നേടി വൈകുണ്ഠലോകത്തെ ഗമിച്ചു വിഷ്ണുദൂതനോടൊപ്പം ഭവബന്ധമുക്തൻ. അജാമിളൻ ഗംഗയിലെത്തി പശ്ചാത്താപത്തിൽ മുങ്ങി പരിശുദ്ധി നേടി വൈകുണ്ഠലോകത്തെ ഗമിച്ചു വിഷ്ണുദൂതനോടൊപ്പം ഭവബന്ധമുക്തൻ. യമൻ പറഞ്ഞു നിജഭൃത്യരോടായി കൃഷ്ണാംഗ്രി ഭക്തർക്കരികെ ഗമിക്വല. എനിക്കുമീശൻ ജഗദാശ്രയൻ ശ്രീഹരിക്കു മുൻപിൽ പ്രണമിപ്പിനേ വരും. യമൻ പറഞ്ഞു നിജഭൃത്യരോടായി കൃഷ്ണാംഗ്രി ഭക്തർക്കരികെ ഗമിക്വല. എനിക്കുമീശൻ ജഗദാശ്രയൻ ശ്രീഹരിക്കു മുൻപിൽ പ്രണമിപ്പിനേ വരും. അങ്ങനെ അജാമിളോപാഖ്യാനം എന്ന കഥ ഭാഗവതത്തിൽ 3 അധ്യായത്തിൽ പറഞ്ഞതിനെ മേൽപ്പത്തൂര് ചുരുക്കി 10 ശ്ലോകങ്ങളെ കൊണ്ട് വർണ്ണിച്ചത് അമ്മ വളരെ ലളിതമായി മലയാളത്തിലേക്കാക്കി. 3, 2, 5, 6, 11, 12 ശ്ലോകങ്ങളെ കൊണ്ട് വളരെ ലളിതമായി എന്നാൽ ഒന്നും വിടാതെ മനോഹരമായിട്ട് അജാമിളോപാഖ്യാനം. നാരായണ. ഇനി അടുത്തതായിട്ട് ഞാൻ സീതാദേവി എന്ന കാവ്യമാണ്. അമ്മയുടെ മനസ്സിലെ സീതാദേവി അല്ലേ? നോക്കാം നമുക്ക് അമ്മയുടെ സീതാദേവി എങ്ങനെയുണ്ടെന്ന്. നാരായണ. ത്യാഗത്തെ നിത്യവ്രതമായി വരിച്ചവൾ ജീവിതത്തിനർത്ഥമായി കരുതിയോൾ ദുഃഖങ്ങളെ സദ്ഗുരുവായി നിനച്ചവൾ തുച്ഛസുഖങ്ങളെ തള്ളിക്കളഞ്ഞവൾ സീതാ പൃഥുവീസുത ജനകാത്മജ ശ്രീരാമപത്നി സർവം സഹാ സുന്ദരീ. ത്യാഗത്തെ നിത്യവ്രതമായി വരിച്ചവൾ ജീവിതത്തിനർത്ഥമായി കരുതിയോൾ ദുഃഖങ്ങളെ സദ്ഗുരുവായി നിനച്ചവൾ തുച്ഛസുഖങ്ങളെ തള്ളിക്കളഞ്ഞവൾ സീതാ പൃഥുവീസുത ജനകാത്മജ ശ്രീരാമപത്നി സർവം സഹാ സുന്ദരീ. ധർമ്മങ്ങളെല്ലാം അനുഷ്ഠിച്ചു ധീരയായി ശാന്തയായി മാതുരംഗത്തിൽ ആശ്രയം തേടിയ ദേവി പതിവ്രതാരത്നമാം രാജ്ഞി അയോധ്യതൻ കീർത്തി വളർത്തിയോൾ. മാതുരംഗം അമ്മയുടെ മടി, ഭൂമിദേവിയുടെ മടിയിലേക്ക് താഴ്ന്നുപോയവൾ എന്ന് സൂചിപ്പിക്കണം. ധർമ്മങ്ങളെല്ലാം അനുഷ്ഠിച്ചു ധീരയായി ശാന്തയായി മാതുരംഗത്തിലായി ആശ്രയം തേടിയ ദേവി പതിവ്രതാരത്നമാം രാജ്ഞി അയോധ്യതൻ കീർത്തി വളർത്തിയോൾ. വർഷങ്ങൾ നീണ്ട വനവാസകാലങ്ങൾ അത്യന്ത ദുഃഖദമെങ്കിലും സ്നിഗ്ധമാം പ്രേമ പ്രണയഭാവങ്ങളാലെ പതിമാനസം സന്തുഷ്ടമാക്കാൻ ശ്രമിച്ചവൾ. വർഷങ്ങൾ നീണ്ട വനവാസകാലങ്ങൾ അത്യന്ത ദുഃഖദമെങ്കിലും
സ്നിഗ്ധമാം പ്രേമ പ്രണയഭാവങ്ങളാലെ പതിമാനസം സന്തുഷ്ടമാക്കാൻ ശ്രമിച്ചവൾ. രാമൻ അയോധ്യാധിപൻ ധർമ്മവിഗ്രഹൻ ആവണം, സദ്യശോയുക്തനായി തീരണം. ആശിച്ചു രാമന്റെ ഉള്ളിലെ കണ്ണുനീർ പേലവമാം ഹൃദയത്താൽ തുടച്ചവൾ. രാമൻ അയോധ്യാധിപൻ ധർമ്മവിഗ്രഹനാവണം, സദ്യശോയുക്തനായി തീരണം. ആശിച്ചു രാമന്റെ ഉള്ളിലെ കണ്ണുനീർ പേലവമാം ഹൃദയത്താൽ തുടച്ചവൾ. ധന്യോ പ്രജാഹിതം മാനിക്ക വേണ്ടയോ, ചെന്നു വസിക്ക മുനീന്ദ്രാശ്രമങ്ങളിൽ. ഒട്ടുനാൾ പിന്നെ മടങ്ങി വരാം, ലോകർ സത്യമറിഞ്ഞിടും കേൾക്കൂ പ്രിയതമേ. ധന്യോ പ്രജാഹിതം മാനിക്ക വേണ്ടയോ, ചെന്നു വസിക്ക മുനീന്ദ്രാശ്രമങ്ങളിൽ. ഒട്ടുനാൾ പിന്നെ മടങ്ങി വരാം, ലോകർ സത്യമറിഞ്ഞിടും കേൾക്കൂ പ്രിയതമേ. എന്തോ പറയാൻ മടിച്ചു രാമൻ, തന്നെ എന്തേ മറച്ചു. അക്കണ്ണുനീർ മാമുനി തൻ പാദപത്മങ്ങളേറ്റുവാങ്ങി. ഭൂമിദേവി തൻ നെഞ്ചോടമർന്നവൾ ജാനകി. ധന്യോ പ്രജാഹിതം മാനിക്ക വേണ്ടയോ, ചെന്നു വസിക്ക മുനീന്ദ്രാശ്രമങ്ങളിൽ. അവിടെ ധന്യോ എന്ന് വേണ്ട, ധന്യേന്നായിരിക്കും എന്ന് വിചാരിക്കണം. രാമൻ സീതയെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്നതാണ്. അപ്പൊ ധന്യേ അതായിരിക്കണം. എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റി ദീർഘം വന്നിട്ടുണ്ട്. ധന്യേ പ്രജാഹിതം മാനിക്ക വേണ്ടയോ, ചെന്നു വസിക്ക മുനീന്ദ്രാശ്രമങ്ങളിൽ. ഒട്ടുനാൾ പിന്നെ മടങ്ങി വരാം, ലോകർ സത്യമറിഞ്ഞിടും കേൾക്കൂ പ്രിയതമേ. എന്തോ പറയാൻ മടിച്ചു രാമൻ, തന്നെ എന്തേ മറച്ചു. അക്കണ്ണുനീർ മാമുനി തൻ പാദപത്മങ്ങളേറ്റുവാങ്ങി. ഭൂമിദേവി തൻ നെഞ്ചോടമർന്നവൾ ജാനകി. മർത്യമനസ്സിന്റെ പൂജാഗൃഹത്തിലെ ശുദ്ധമാം നെയ്വിളക്കല്ലയോ ജാനകി. മർത്യമനസ്സിന്റെ പൂജാഗൃഹത്തിലെ ശുദ്ധമാം നെയ്വിളക്കല്ലയോ ജാനകി. അമ്മയുടെ ഒരു അഭിപ്രായത്തില് രാമൻ സീതയോട് നല്ല വാക്ക് പറഞ്ഞ് വാൽമീകി ആശ്രമത്തിലേക്ക് അയക്കേണ്ടിയിരുന്നു. അദ്ദേഹം പറഞ്ഞ് സമ്മതിപ്പിച്ച ശേഷം അയക്കേണ്ടിയിരുന്നു, അല്ലാതെ ഒരു ഗൂഢമായ രീതിയിൽ ഉപേക്ഷിക്കേണ്ടിയിരുന്നില്ല എന്നുള്ളൊരു അഭിപ്രായമാണ് ഇവിടെ. ധന്യേ പ്രജാഹിതം മാനിക്ക വേണ്ടയോ, ചെന്നു വസിക്ക മുനീന്ദ്രാശ്രമങ്ങളിൽ. ഒട്ടുനാൾ പിന്നെ മടങ്ങി വരാം, ലോകം സത്യമറിഞ്ഞിടും കേൾക്കൂ പ്രിയതമേ എന്ന രാമന്റെ വാക്കുകളാണ്. അല്ലയോ ധന്യേ, നീ ഇത്രയും കാലം ധന്യ തന്നെയാണ്, നിനക്ക് യാതൊരു ദോഷവുമില്ല, വേണ്ടതുപോലെ ജീവിച്ചു. എങ്കിലും രാജാവായിട്ടുള്ള ഞാൻ, രാജ്ഞിയായിട്ടുള്ള നീ പ്രജകളുടെ നന്മയെ കാമിക്കണ്ടേ? പ്രജാഹിതത്തിന് അവരുടെ നന്മയ്ക്കായിക്കൊണ്ട് നീ മുനീന്ദ്രാശ്രമങ്ങളിൽ ചെന്ന് വസിക്കൂ കുറച്ചു കാലം, പിന്നെ മടങ്ങി വരാം. അപ്പോഴേക്കും ലോകര് സത്യം അറിഞ്ഞിട്ടുണ്ടാവും. ആ കാലത്ത് നീ പവിത്രയായിട്ട് തിരിച്ചു വരാം. അവിടെ
എന്തോ പറയാൻ മടിച്ചു രാമൻ. എന്ത് കാരണം കൊണ്ടാണോ രാമൻ പറയാൻ മടിച്ചു, അല്ലെങ്കിൽ എന്തേ പറയാൻ മടിച്ചു എന്നുള്ള ചോദ്യവും ആവാം അമ്മയ്ക്ക്. എന്തുകൊണ്ട് രാമൻ ഇങ്ങനെ പറഞ്ഞില്ല, തന്നെ എന്തേ മറച്ചു എന്ന് സീത ചിന്തിക്കുകയാണ്. എന്തിന് രാമൻ ഇങ്ങനെ തന്നെ മറച്ച് ഗൂഢമായിട്ട് അയച്ചത്? അങ്ങനെ ആ സീതയുടെ കണ്ണുനീര് വാൽമീകി മഹർഷിയുടെ പാദപത്മങ്ങൾ ഏറ്റുവാങ്ങി പിന്നീട് ഭൂമിദേവിയുടെ നെഞ്ചില് അമർന്നു. അങ്ങനെയുള്ള സീതാദേവി മനുഷ്യ മനസ്സാകുന്ന പൂജാഗ്രഹത്തിലെ ശുദ്ധമായ നെയ്വിളക്കായി ഇന്നും ശോഭിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സീത എന്ന സ്ത്രീരത്നത്തെ, പതിവ്രതാരത്നത്തെ നമ്മുടെ എല്ലാം ഉള്ളില് പ്രതിഷ്ഠിക്കുകയാണ്. രാമനത് പറഞ്ഞ് സമ്മതിപ്പിച്ച് അയച്ചിരുന്നെങ്കിൽ അമ്മയ്ക്ക് സങ്കടം ഉണ്ടാവില്ലായിരുന്നു. അമ്മയ്ക്ക് ഇത്തിരി സങ്കടം ഉണ്ട് ആ വിഷയത്തിൽ. എല്ലാവർക്കും ഉണ്ട്. അമ്മ തുറന്നു പറഞ്ഞു അല്ലേ? നാരായണ. ഇനി ഭൂമിദേവി എന്നൊരു കാവ്യം, അതും ഇതിനോട് ചേർത്ത് വായിക്കാം നമുക്ക്, അല്ലേ? ഭൂമിദേവി നമുക്ക് പുരാണങ്ങളിൽ പോലും ആരാധിക്കപ്പെടുന്ന ഭഗവാന്റെ പത്നി തന്നെയാണ്. അപ്പോൾ ആ ഭൂമിദേവിയുടെ നമ്മളെക്കുറിച്ചിട്ടുള്ള ചിന്തയാണ്, തൻ്റെ മക്കളായിട്ടുള്ള മനുഷ്യരുടെ നന്മയെക്കുറിച്ചിട്ടുള്ള ചിന്ത, അവരിപ്പോൾ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള പരിഭവം എല്ലാം ആ ഭൂമിദേവിയുടെ ആത്മകഥമായിട്ട് അവതരിപ്പിക്കുകയാണ്. നോക്കാം. ഭൂമിദേവി. അമ്മ ഞാൻ സൃഷ്ടികൾക്കെല്ലാം പുല്ലും പുഴയുമാഴിയും മലകൾ വനങ്ങൾ വൃക്ഷങ്ങൾ മൃഗങ്ങൾ പക്ഷിജാലവും ആരു ദുഃഖിപ്പതും കണ്ടാൽ വേദനിച്ചിടുമെൻ മനം. അമ്മ ഞാൻ സൃഷ്ടികൾക്കെല്ലാം പുല്ലും പുഴയുമാഴിയും മലകൾ വനങ്ങൾ വൃക്ഷങ്ങൾ മൃഗങ്ങൾ പക്ഷിജാലവും ആരോ ദുഃഖിപ്പതും കണ്ടാൽ വേദനിച്ചിടുമെൻ മനം. മനുഷ്യൻ ബുദ്ധി സമ്പന്നൻ ശക്തിമാൻ കരുണാമയൻ എങ്കിലും സ്വാർത്ഥലാഭത്തിൻ ലക്ഷ്യത്തിൽ സഞ്ചരിപ്പവൻ. മനുഷ്യൻ ബുദ്ധി സമ്പന്നൻ ശക്തിമാൻ കരുണാമയൻ എങ്കിലും സ്വാർത്ഥലാഭത്തിൻ ലക്ഷ്യത്തിൽ സഞ്ചരിപ്പവൻ. മഹത്വം വഴിയും കർമ്മസഞ്ചയങ്ങളിലൂടവേ ചരിക്കിലും ക്രൂരനിന്ദ്യഭാവങ്ങൾ കളയാത്തവൻ. മഹത്വം വഴിയും കർമ്മസഞ്ചയങ്ങളിലൂടവേ ചരിക്കിലും ക്രൂരനിന്ദ്യഭാവങ്ങൾ കളയാത്തവൻ. വഴിതെറ്റി നടന്നീടിൽ ശിക്ഷിക്കാതെന്തു ചെയ്തിടും. വഴിതെറ്റി നടന്നീടിൽ ശിക്ഷിക്കാതെന്തു ചെയ്തിടും. കുന്നിടിഞ്ഞു തകർന്നപ്പോൾ നദികൾ ജലശൂന്യമായി മണൽ കൂമ്പാരമായപ്പോൾ പാടങ്ങൾ വിണ്ടുകീറവേ ക്രൂരതക്കിരയായി മാറും കാടുകൾ വിലപിക്കവേ പാറക്കെട്ടുകൾ ആപത്തിൻ ഘോരഗർത്തങ്ങളാകവേ മാലിന്യക്കൂനകൾ എങ്ങും ചീഞ്ഞളിഞ്ഞു കിടക്കവേ ശുദ്ധവായു ശ്വസിക്കാതെ ജീവികൾ വീർപ്പുമുട്ടവേ ശുദ്ധമാം കുടിനീരിനായി ജനം നെട്ടോട്ടമോടവേ നിന്നെ എത്ര വിളിച്ചു ഞാൻ എത്ര തേങ്ങിക്കരഞ്ഞു ഞാൻ.
ഭൂമി സ്വയം ഈശ്വരനോട് പറയുകയാണ്. കുന്നിടിഞ്ഞു തകർന്നപ്പോൾ നദികൾ ജലശൂന്യമായി, മണൽ കൂമ്പാരമായപ്പോൾ പാടങ്ങൾ വിണ്ടുകീറവേ, ക്രൂരതക്കിരയായി മാറും കാടുകൾ വിലപിക്കവേ, പാറക്കെട്ടുകളാപത്തിൻ ഘോരഗർത്തങ്ങളാകവേ, മാലിന്യക്കൂനകൾ എങ്ങും ചീഞ്ഞളിഞ്ഞു കിടക്കവേ, ശുദ്ധവായു ശ്വസിക്കാതെ ജീവികൾ വീർപ്പുമുട്ടവേ, ശുദ്ധമാം കുടിനീരിനായി ജനം നെട്ടോട്ടമോടവേ, നിന്നെ എത്ര വിളിച്ചു ഞാൻ, എത്ര തേങ്ങിക്കരഞ്ഞു ഞാൻ. അല്ലെ, ഭൂമിയുടെ നിലവിളിയും തേങ്ങിക്കരച്ചിലുമാണ് പ്രകൃതിക്ഷോഭങ്ങളൊക്കെ, പ്രളയങ്ങളും പലതരത്തിലുള്ള അതിവൃഷ്ടിയും എല്ലാം തേങ്ങിക്കരഞ്ഞു പലവട്ടം. മനുജാ നിൻ മഹത്വം നീ അറിയുന്നില്ല കഷ്ടമേ, നിന്നിലൂടല്ലയോ ഞാനീ പ്രപഞ്ചത്തിന്റെ ശക്തിയായി നിലനിൽക്കുന്നു. ഞാൻ എത്ര ധന്യ നീ അറിയുന്നിതോ, സത്യസൗന്ദര്യങ്ങൾ തന്റെ ചേർച്ച നിന്നുള്ളിൽ മാത്രമാം. മനുജാ നിൻ മഹത്വം നീ അറിയുന്നില്ല കഷ്ടമേ, നിന്നിലൂടല്ലയോ ഞാനീ പ്രപഞ്ചത്തിന്റെ ശക്തിയായി നിലനിൽക്കുന്നു. ഞാൻ എത്ര ധന്യ നീ അറിയുന്നിതോ, സത്യസൗന്ദര്യങ്ങൾ തന്റെ ചേർച്ച നിന്നുള്ളിൽ മാത്രമാം. മനുഷ്യരെ പ്രസവിച്ച ഭൂമി സ്വയം ധന്യ എന്ന് കരുതുന്നു. പക്ഷെ എന്നിട്ടും മനുഷ്യനതറിയുന്നില്ല എന്നുള്ളതാണ് ഇവിടെ. വൈവിധ്യമാർന്നതാം സൃഷ്ടി എത്ര ചെയ്തു ചതുർമുഖൻ, മനുഷ്യ സൃഷ്ടിയാലത്രേ തൃപ്തനായി കേട്ടിരിപ്പൂ ഞാൻ. വൈവിധ്യമാർന്നതാം സൃഷ്ടി എത്ര ചെയ്തു ചതുർമുഖൻ, മനുഷ്യ സൃഷ്ടിയാലത്രേ തൃപ്തനായി കേട്ടിരിപ്പൂ ഞാൻ. ബ്രഹ്മാവ് മനുഷ്യനെ സൃഷ്ടിച്ചപ്പോഴാണ് അദ്ദേഹത്തിന് പോലും സന്തോഷായത് എന്നുള്ളതാണ് പുരാണം പറയുന്നത്. സ്നേഹത്തിൻ സാന്ത്വനത്തിന്റെ സ്നിഗ്ധസ്പർശം കൊതിപ്പു നീ, കാരുണ്യം നീ പ്രതീക്ഷിപ്പു ലാളനത്തിൻ സുഖങ്ങളും. പക്ഷെ നീ അന്യനോടെന്തു ചെയ്യുന്നു ചിന്ത ചെയ്തിടൂ. സ്നേഹത്തിൻ സാന്ത്വനത്തിന്റെ സ്നിഗ്ധസ്പർശം കൊതിപ്പു നീ, കാരുണ്യം നീ പ്രതീക്ഷിപ്പു ലാളനത്തിൻ സുഖങ്ങളും. പക്ഷെ നീ അന്യനോടെന്തു ചെയ്യുന്നു ചിന്ത ചെയ്തിടൂ. ഇരുൾ മാറി പ്രകാശത്തിൻ കിരണങ്ങൾ പരന്നിടും, ചുട്ടുപൊള്ളും വനം തന്നിൽ ആനന്ദം കുളിരേകിടും. നിരാശ മാറിടും പുത്തൻ പ്രതീക്ഷകൾ തളിർത്തിടും, ദുഃഖചിന്തകളൊന്നൊന്നായി മറവിക്കുള്ളിലായിടും. ഭൂമിയുടെ പ്രത്യാശയാണ്. ഇരുൾ മാറി പ്രകാശത്തിൻ കിരണങ്ങൾ പരന്നിടും, ചുട്ടുപൊള്ളും വനം തന്നിൽ ആനന്ദം കുളിരേകിടും. നിരാശ മാറിടും പുത്തൻ പ്രതീക്ഷകൾ തളിർത്തിടും, ദുഃഖചിന്തകളൊന്നൊന്നായി മറവിക്കുള്ളിലായിടും. ശാഖകൾ വെട്ടിയെന്നാലും വൃക്ഷം വീണ്ടും തളിർത്തിടും, തകർന്ന ഹൃദയം സ്നേഹസ്പർശത്താൽ സുഖമാർന്നിടും. തളർന്നിടാതെ ധൈര്യത്തോടെന്നും മുന്നോട്ടു പോവുക. ശാഖകൾ വെട്ടിയെന്നാലും വൃക്ഷം വീണ്ടും തളിർത്തിടും, തകർന്ന ഹൃദയം സ്നേഹസ്പർശത്താൽ സുഖമാർന്നിടും. തളർന്നിടാതെ ധൈര്യത്തോടെന്നും മുന്നോട്ടു പോവുക. പൃഥ്വി ഞാൻ അന്നമേവർക്കും നൽകി രക്ഷിച്ചിടുന്നവൾ,
എന്നിൽ നിന്നുയർകൊള്ളും നീ എന്നിൽ തന്നെ ലയിച്ചിടും. നിന്റെ നേട്ടങ്ങൾ, സ്വപ്നങ്ങൾ, സങ്കൽപ്പങ്ങൾ, പ്രതീക്ഷകൾ നിന്നെ അമർത്യനാക്കിയിടും. ധർമ്മം നിൻ മാർഗമാവുകിൽ. പൃഥ്വി ഞാൻ അന്നമേവർക്കും നൽകി രക്ഷിച്ചിടുന്നവൾ. എന്നിൽ നിന്നുയിർകൊള്ളും നീ എന്നിൽ തന്നെ ലയിച്ചിടും. നിന്റെ നേട്ടങ്ങൾ, സ്വപ്നങ്ങൾ, സങ്കൽപ്പങ്ങൾ, പ്രതീക്ഷകൾ നിന്നെ അമർത്യനാക്കിയിടും. ധർമ്മം നിൻ മാർഗമാവുകിൽ. നിന്റെ നേട്ടങ്ങൾ, സ്വപ്നങ്ങൾ, സങ്കൽപ്പങ്ങൾ, പ്രതീക്ഷകൾ നിന്നെ അമർത്യനാക്കിയിടും. ധർമ്മം നിൻ മാർഗമാവുകിൽ. നമ്മുടെ മാർഗം ധർമ്മമാർഗമാവുകയാണെങ്കിൽ നമ്മുടെ യശസ് എല്ലാം ലോകത്തെല്ലാ കാലത്തും നിലനിൽക്കും. ഭൂമിയിൽ നമ്മൾ അമർത്യന്മാരായി തീരും എന്നുള്ള സന്ദേശത്തോടെ ഭൂമിദേവി എന്നുള്ള ഈ ഒരു പദ്യം ഇവിടെ അവസാനിക്കുകയാണ്. ഇനിയും പൊതു വിഷയങ്ങളായിട്ട് 10ഓളം കവിതകളുണ്ട്. അതിൽ ചിലതൊക്കെ എന്താ പറയുക പേഴ്സണൽ ആണ്, എങ്കിലും നമുക്കുള്ള പ്രചോദനങ്ങളാണ്. ചിലത് പൊതുവാണ്. എല്ലാവർക്കും പൊതുവായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ട്. ചിലത് അവരവരുടെ ജീവിതത്തിൽ നിന്നുള്ള അനുഭവങ്ങൾ, ഓർമ്മകൾ, സ്മരണകൾ, അല്ലെങ്കിൽ പേഴ്സണലായിട്ടുള്ള ചില കാര്യങ്ങൾ അതൊക്കെ ഉണ്ട്. എങ്കിലും അതിൽ നിന്ന് ഒന്ന് ഇന്നിപ്പോൾ തുടങ്ങി വയ്ക്കാം. പിതൃതർപ്പണം എന്നുള്ള ഒരു കാവ്യം. പിതൃതർപ്പണം തൻ്റെ മാതാപിതാക്കൾക്കുള്ള ഒരു തർപ്പണമായി, ഒരു ശ്രദ്ധാഞ്ജലിയായി സമർപ്പിക്കുന്ന ഒരു കാവ്യമാണ്. കമലാദേവി കുഞ്ഞമ്മയുടെ സ്വന്തം അച്ഛനും അമ്മയ്ക്കും നൽകുന്ന കൃതജ്ഞതാപൂർവമായിട്ടുള്ള ശ്രദ്ധാഞ്ജലി. അതാണ് ഇവിടെ പിതൃതർപ്പണം എന്നുള്ളത്. വായിക്കാം. സ്വന്തം സഹോദരങ്ങളുടെയും ഒക്കെ അനുഭവ സ്പർശങ്ങൾ ഇതിലുണ്ട്. അക്ഷരത്തെ ധനമായി കണ്ടൊരച്ഛന്റെ ശുദ്ധസ്മരണതൻ തീർത്ഥഘട്ടത്തിലായി നിൽക്കുന്നു ഞങ്ങൾ. ബലിതർപ്പണത്തിനായി മക്കൾ ജന്മത്തിൻ ധന്യത നേടുവാൻ. അക്ഷരത്തെ ധനമായി കണ്ടൊരച്ഛന്റെ ശുദ്ധസ്മരണതൻ തീർത്ഥഘട്ടത്തിലായി നിൽക്കുന്നു ഞങ്ങൾ. ബലിതർപ്പണത്തിനായി മക്കൾ ജന്മത്തിൻ ധന്യത നേടുവാൻ. ഒപ്പമിരുന്നുണ്ണുമച്ഛനെ കണ്ടിടാൻ, കൊച്ചു സന്തോഷങ്ങൾ പങ്കുവെച്ചിടുവാൻ. സത്യധർമ്മങ്ങൾ തൻ മൂല്യമറിഞ്ഞിടാൻ, ഭക്തിപൂർവം നമസ്കാരമർപ്പിക്കുവാൻ. പാട്ടുപാടാൻ, ലോകവാർത്തകൾ ചൊന്നിടാൻ, കൂടെയിരുന്നു കഥകൾ കേട്ടിടുവാൻ. ശ്ലോകങ്ങൾ ചൊല്ലാൻ, തമാശ പറഞ്ഞിടാൻ, സ്വാതന്ത്ര്യമെന്നതിനർത്ഥമറിഞ്ഞിടാൻ. ഒപ്പമിരുന്നുണ്ണുമച്ഛനെ കണ്ടിടാൻ,
കൊച്ചു സന്തോഷങ്ങൾ പങ്കുവെച്ചിടുവാൻ, സത്യധർമ്മങ്ങൾ തൻ മൂല്യമറിഞ്ഞിടാൻ, ഭക്തിപൂർവം നമസ്കാരമർപ്പിക്കുവാൻ, പാട്ടുപാടാൻ, ലോകവാർത്തകൾ ചൊന്നിടാൻ, കൂടെയിരുന്നു കഥകൾ കേട്ടിടുവാൻ, ശ്ലോകങ്ങൾ ചൊല്ലാൻ, തമാശ പറഞ്ഞിടാൻ, സ്വാതന്ത്ര്യമെന്നതിനർത്ഥമറിഞ്ഞിടാൻ. വിത്തമില്ലെങ്കിലും വിദ്യ നൽകിയിടുവാൻ എത്ര ശ്രമിച്ചവർ അച്ഛനുമമ്മയും. വിത്തമില്ലെങ്കിലും വിദ്യ നൽകിയിടുവാൻ എത്ര ശ്രമിച്ചവർ അച്ഛനുമമ്മയും. നാരായണീയവും ഗീതയും കേട്ടിതു രാമായണാദികൾ നാവിൻ മധുരമായി. അർത്ഥമറിയാത്ത ഞങ്ങൾ അവയ്ക്കുള്ളിൽ ഭക്തി കണ്ടു, വ്രതോപാസനാനിഷ്ഠയും. നാരായണീയവും ഗീതയും കേട്ടിതു രാമായണാദികൾ നാവിൻ മധുരമായി. അർത്ഥമറിയാത്ത ഞങ്ങൾ അവയ്ക്കുള്ളിൽ ഭക്തി കണ്ടു, വ്രതോപാസനാനിഷ്ഠയും. അക്ഷരശ്ലോക സദസ്സുകൾ വീട്ടിൽ നിന്നെത്തിച്ചു ഞങ്ങളെ സ്കൂൾ മത്സരങ്ങളിൽ. എത്ര സമ്മാനങ്ങൾ നേടി ഞങ്ങൾ, എല്ലാം അച്ഛൻ വളർത്തിയ വാണീ കുസുമങ്ങൾ. അക്ഷരശ്ലോക സദസ്സുകൾ വീട്ടിൽ നിന്നെത്തിച്ചു ഞങ്ങളെ സ്കൂൾ മത്സരങ്ങളിൽ. എത്ര സമ്മാനങ്ങൾ നേടി ഞങ്ങൾ, എല്ലാം അച്ഛൻ വളർത്തിയ വാണീ കുസുമങ്ങൾ. ലിറ്റററി ചാമ്പ്യനായോരനുജനെ തൊട്ടുതലോടിയൊരച്ഛനെ ഓർപ്പു ഞാൻ. തൊട്ടടുത്തായി നിന്നൊരമ്മ തൻ പുഞ്ചിരി ശുദ്ധവാത്സല്യപ്രകാശമായി തീർന്നതും. ലിറ്റററി ചാമ്പ്യനായോരനുജനെ തൊട്ടുതലോടിയൊരച്ഛനെ ഓർപ്പു ഞാൻ. തൊട്ടടുത്തായി നിന്നൊരമ്മ തൻ പുഞ്ചിരി ശുദ്ധവാത്സല്യപ്രകാശമായി തീർന്നതും. നേർവഴി വിട്ടു നടക്കാത്തൊരച്ഛന്റെ ഓർമ്മ വഴികൾ ഇരുട്ടിൽ മറഞ്ഞപ്പോൾ, ദൃഷ്ടികൾ ശൂന്യമായി എന്തോ തിരയുന്ന മട്ടിൽ അസ്വസ്ഥമായി മാറിയ നാളുകളിൽ, ശ്ലോകപാദങ്ങൾ ആവർത്തിച്ചു പൂർത്തിയാക്കിയിടുവാനാവാതെ ക്ലേശിച്ച വേളയിൽ, വന്നിവിടെ തങ്ങി എന്നോ യദൃച്ഛയാ ഒന്നുമറിയില്ല പോകാനിരിപ്പു ഞാൻ. വീട്ടിൽ വരാന്തയിൽ സംഭ്രമത്തോടൊന്നുമോരാത്ത പോൽ സ്വയം ചോദ്യമായി തീർന്നപ്പോൾ, അച്ഛൻ ഭജിച്ച ഗുരുവായൂരപ്പന്റെ ഇച്ഛയെന്നോർത്തു കണ്ണീർ തുടച്ചോർ ഞങ്ങൾ. ഭക്തിയെ സാധനാമാർഗമായി, ശക്തിയായി, മുക്തിയായി, സാഫല്യമായി കണ്ടൊരച്ഛനെ, മോഹങ്ങൾ കുണ്ഠതയൊന്നുമില്ലാത്തതാം ലോകത്തിലെത്തിയ പുണ്യപുരുഷനെ ഭക്തിപൂർവം നമിക്കുന്നു ഞങ്ങൾ. മാർഗദർശനം നൽകി അനുഗ്രഹിക്കണമേ. ഭക്തിയെ സാധനാമാർഗമായി, ശക്തിയായി, മുക്തിയായി, സാഫല്യമായി കണ്ടൊരച്ഛനെ, മോഹങ്ങൾ കുണ്ഠതയൊന്നുമില്ലാത്തതാം ലോകത്തിലെത്തിയ പുണ്യപുരുഷനെ ഭക്തിപൂർവം നമിക്കുന്നു ഞങ്ങൾ. മാർഗദർശനം നൽകി അനുഗ്രഹിക്കണമേ. വളരെ ഹൃദയസ്പർശിയായിട്ടുള്ള അനുഭവങ്ങളൊക്കെയാണ്. അത് ഞാൻ കൂടുതൽ വ്യാഖ്യാനിക്കുന്നില്ല. അത്
എന്താ പറയുക, അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇന്നിപ്പോൾ നിർത്താം. ബാക്കി നാളെ ഇല്ല, നാളെ ഞായറാഴ്ചയാണ്, വേറെ തിരക്കുകളുണ്ട്. തിങ്കളാഴ്ച നോക്കാം. നാളെ എത്ര തീയതി? 27, നാളെ 28, തിങ്കളാഴ്ച 29. 29-ാം തീയതി വേറെ എൻഗേജ്മെൻ്റ് ഒന്നും ഇല്ല വിചാരിക്കണു. നോക്കാം, ഒരു 10 മണിക്ക് ശേഷം നോക്കിയാൽ മതി. കാണാം. ഓം ഇന്നിവിടെ സമർപ്പിക്കുന്നു. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഹരി ഓം. നാരായണ. ഹരി നാരായണ. ഹരി ഓം. നാളെ രാമായണ മാസത്തിൻ്റെ ചില പരിപാടികളാണ്. കുട്ടികൾക്കായിട്ടുള്ള ക്വിസ് മത്സരങ്ങൾ നാളെയുണ്ട് ആഞ്ജനേയ സേവാ സമിതിയിൽ. അപ്പോൾ അതിൻ്റെ ചില കാര്യങ്ങൾക്ക് വേണ്ടി അവിടെ ഉണ്ടാകും. അപ്പോൾ ഗംഗോത്രി, ഋഷികേശ്, ബദ്രീനാഥ്, കേദാർനാഥ് യാത്ര താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അറിയിക്കുക. എന്നിട്ട് നമുക്ക് തീരുമാനം ചെയ്യാം. ഹരി ഓം. ഹരേ നാരായണ.